നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കുരുമുളക് വില കുതിക്കുന്നു. റബ്ബർ, വെളിച്ചെണ്ണ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു? കുരുമുളക്, റബ്ബർ, വെളിച്ചെണ്ണ, കൊപ്ര എന്നിവയുടെ ഇപ്പോഴത്തെ വിപണി സ്ഥിതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കാലാവസ്ഥാ മാറ്റങ്ങളും രാജ്യാന്തര വിപണിയിലെ ചലനങ്ങളും നമ്മുടെ കർഷകരെ എങ്ങനെ ബാധിക്കുന്നു എന്നതും വിശദമായി നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്തെ കാർഷിക മേഖലകളിൽ രാവിലെ സമയങ്ങളിൽ അന്തരീക്ഷം പൊതുവെ മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് കാരണം നിരവധി കർഷകർ കുരുമുളക് വിളവെടുപ്പിൽ നിന്ന് താൽക്കാലികമായി അല്പം പിന്മാറിയിരിക്കുകയാണ്. പ്രധാന കാരണം എന്താണെന്നാൽ വെയിലിന്റെ അഭാവം മൂലം മുളക് മണികൾ വേണ്ട രീതിയിൽ ഉണക്കിയതും സംസ്കരിച്ചതും തയ്യാറാക്കാൻ ബുദ്ധിമുട്ട് നേരിടാം. എന്നാൽ കാലാവസ്ഥയിൽ വ്യക്തത വന്നാൽ വീണ്ടും വിളവെടുപ്പ് രംഗം സജീവമാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കുരുമുളക് വില ഉയരുന്നു. ഇതിനിടയിൽ കർഷകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് കുരുമുളക് വില വർധനവുണ്ടാകുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വാരം ക്വിന്റലിന് 500 രൂപയുടെ വർധനവാണ് വിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വില വർധനവ് ഉൽപാദകരെ വീണ്ടും വിളവെടുപ്പിലേക്ക് തിരികെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി മാർക്കറ്റ് അപ്ഡേറ്റ് നോക്കുമ്പോൾ കൊച്ചി വിപണിയിൽ അൺഹാർബിൾഡ് കുരുമുളക് വില 100 രൂപയായി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ 69,900 രൂപ എന്ന നിലയാണ് എത്തിയിരിക്കുന്നത്. അതേസമയം വിദേശ വിപണികളിൽ നിന്നുള്ള ആവശ്യം ഇപ്പോൾ അത്ര ശക്തമല്ല എന്നതാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. രാജ്യാന്തര വിപണിയിൽ മലബാർ കുരുമുളക് വില ടണ്ണിന് $8,050 എന്ന നിലയിലാണ്. ഇപ്പോൾ നമുക്ക് റബ്ബർ വിപണിയിലേക്ക് വരാം. ഏഷ്യൻ റബ്ബർ അവധിയോട് സംബന്ധിച്ച് നിക്ഷേപകർ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകിയതാണ് വിലയിൽ തിരുത്തലുകൾക്ക് കാരണം. കഴിഞ്ഞ വാരം പുതിയ കരാറുകൾക്ക് ഉത്സാഹം കാണിച്ചിരുന്ന ചൈനീസ് വ്യവസായികൾ ഇപ്പോൾ വിപണിയിൽ നിന്ന് അല്പം പിൻവാങ്ങിയിരിക്കുകയാണ്. എന്നാൽ ലൂണാർ പുതുവത്സരാവധി കഴിഞ്ഞാൽ വലിയ ഓർഡറുകൾ വീണ്ടും എത്താനുള്ള സാധ്യത വ്യാപാരികൾ തള്ളിക്കളയുന്നില്ല. ചൈനീസ് വാഹന വിൽപ്പന ഇതിനിടയിൽ നവംബർ മാസത്തിൽ ചൈനയിൽ വാഹന വിൽപ്പന കുറഞ്ഞുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവരം വിപണിയിലെ ആത്മവിശ്വാസം അല്പം ചോർത്താൻ ഇടയാക്കുന്ന ഘടകമാണെന്ന് വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. റബ്ബർ വില ബാങ്കോക്കിൽ ഷീറ്റ് റബ്ബർ വില കിലോയ്ക്ക് 197 രൂപ എന്ന നിലയിലാണ്. അതേസമയം സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 192 രൂപ നിരക്കിലാണ് വ്യാപാരം. വെളിച്ചെണ്ണ, കൊപ്ര വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട അവധി ദിനങ്ങൾക്ക് ശേഷം തമിഴ്നാട് എണ്ണ മാർക്കറ്റ് വീണ്ടും സജീവമായതോടെയാണ് വെളിച്ചെണ്ണയും കൊപ്രയും വില ഉയർന്നത്. ഈ വിപണി ചലനം കേരളത്തിലും നല്ല പ്രതിഫലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അതേസമയം കൊച്ചി വിപണിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇപ്പോൾ മാറ്റമില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ കാലാവസ്ഥയും രാജ്യാന്തര വിപണിയും നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതായി കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ വിളവെടുപ്പ് ശക്തമാകാനും വിലയിൽ പുതിയ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാർഷിക വിപണി അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.